അല്പനാളുകളായിട്ടുള്ള ഒരു സംഭവമാണ്. ചിലരൊക്കെ അത് മറന്നു കാണും. പക്ഷേ അതിൻ്റെ ഒരു അനുരണനങ്ങൾ ഇങ്ങനെ ഇനി ഉണ്ടാകാൻ പോകുകയാണ്. അതായത് ഡൽഹിയിൽ നിർമ്മല സീതാരാമനുമായി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച, ഇതിനകത്ത് പുതിയ ചില തലങ്ങളുണ്ട് എന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിർമ്മല സീതാരാമന് ഇന്ത്യയുടെ ധനമന്ത്രിയാണ്, പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി, ഗവർണർ ആർലേക്കർ അദ്ദേഹം പ്രൊഫസർ കെ വി തോമസ്, ഇത്രയുമായിരുന്നല്ലോ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ. ഇവരെല്ലാവരും 21 മണിക്കൂറും തിരക്കുള്ള ആളുകളാണ്. ഈ തിരക്കെല്ലാം മാറ്റിവെച്ചിട്ട് കേരള ഹൗസിൽ എത്തി. നിർമ്മല സീതാരാമൻ വളരെ ബുദ്ധിമുട്ടി കേരള ഹൗസിലെത്തിയത് പുട്ടും കടലയും കഴിക്കാനാണെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനൊക്കത്തില്ല. ഒരു അവകാശമായ ഒരു എക്സ്പ്ലനേഷനല്ലേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ കൃത്യമായിട്ട് അതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്, അതിനെ സംശയിക്കേണ്ട. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ്, അതാണ് കറക്റ്റ്. അതൊരു സയൻസാണ്. നമ്മുടെ ശാസ്ത്രം പോലെ, ഈ ശരീരശാസ്ത്രം പോലെ, മെഡിക്കൽ സയൻസ് പോലെ ഒരു സയൻസാണ് ഈ പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഈ സയൻസിൽ 2 ഘടകങ്ങളാണുള്ളത്. സയൻസിനെ സയൻസാക്കി നിർത്തുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് പ്രോബബിലിറ്റിയും മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സും. ഒരാൾക്ക് ഒരസുഖം വരാനുള്ള പ്രോബബിലിറ്റി, ഇനി അസുഖം വന്നാൽ അതിനെ അയാൾ അതിജീവിക്കുമോ ജീവിച്ചിരിക്കുമോ ഒരു പ്രോബബിലിറ്റി. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ അസുഖം വന്ന മറ്റാളുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സൂടെ പരിശോധിച്ച് നോക്കിയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ശാസ്ത്രത്തിനെ ശാസ്ത്രമാക്കി നിർത്തുന്നത് പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. പൊളിറ്റിക്കൽ സയൻസും ഒരു ശാസ്ത്രമാണ്. ഇത് ഞാൻ മുമ്പ് ഇപ്പോൾ പറഞ്ഞതുപോലെ നിർമ്മല സീതാരാമൻ ഈ തിരക്കെല്ലാം മാറ്റിവെച്ചു അവിടെ വന്നു എന്ന് പറയുമ്പോഴേ, അതും കേരളത്തിലെ മുഖ്യമന്ത്രിയെ, പ്രതിപക്ഷ പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അവിടെ വരുമ്പോഴേ സ്വാഭാവികമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും അറിയാതെ അത്തരം ഒരു സന്ദർശനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. 2, സൗത്ത് ഇന്ത്യയിൽ MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു വിഘടനവാദത്തോടെത്തക്ക വിധത്തിലുള്ള ശക്തമായ നിലപാടുകൾ സ്റ്റാലിൻ സ്വീകരിക്കുന്നു. ഭാഷാ പ്രശ്നം പറയുന്നു, മണ്ഡല പുനർനിർണയം. അപ്പോൾ കുറച്ചു കാലമായിട്ട് സ്റ്റാലിൻ ഒരു കലാപത്തിൻ്റെ പാതയിലാണ്. അതെപ്പോഴും തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ അല്പം കലുഷിതമായിട്ട് നിൽക്കുകയാണ്. കേരളത്തിലൊരു ഐക്യമുന്നണി സർക്കാരാണ്. ഇതുവരെ കാര്യമായൊരു വേരോട്ടം BJPക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ പല ഘടകങ്ങൾ, രാഷ്ട്രീയ ഘടകങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടേറെ സാധ്യതകൾ അവിടെ ഉണ്ടാവും. അതാണ് ഞാനീ പറഞ്ഞു. ഇപ്പം ഈ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഗൗരവതരമായ ഒരു ചർച്ച നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അതിനെ കാണുന്നത് ഒരു ഐസ് ബ്രേക്കിംഗ് മീറ്റിംഗ് ആയിട്ടാണ്. അതിനപ്പുറത്തൊന്നുമില്ല. കാരണം അപ്പുറമൊന്നും നടത്താൻ പറ്റില്ല, അതിൻ്റെ വേദിയും അതായിരുന്നില്ല. പക്ഷെ ഒരു ഐസ് ബ്രേക്കിംഗ് നടന്നു കഴിഞ്ഞു. അത് നമ്മൾ അറിയണമെങ്കിൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞെങ്കിലേ അറിയുള്ളൂ. ഈ ഐസ് ബ്രേക്കിംഗ് നടന്ന് കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിലെ CPMൻ്റെ നിലപാടുകൾ, BJPയുടെ നിലപാടുകൾ, കോൺഗ്രസിൻ്റെ നിലപാടുകൾ, നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ഡെമോക്രസി, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, എക്കണോമിക് ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നാളത്തെ കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, അറിയാൻ ഇത്തിരി താമസം നമുക്കൊരു പക്ഷേ നേരിട്ടേക്കാം. അപ്പം ഒരു സൗഹൃദ സംഭാഷണം, സൗഹൃദ മീറ്റിങ്ങുകൾ പൊളിറ്റിക്സിൽ വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഉദാഹരണത്തിന് നിതിൻ ഗഡ്കരിയും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നല്ല ടേംസിലാണ്. അവർ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്. അതെ, കാരണം സംസ്ഥാനത്തെ ഹൈവേയുടെ കാര്യത്തിൽ വളരെ ലിബറലായ സമീപനമാണ് നിതിൻ ഗഡ്കരി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ സൗഹൃദം എന്തായാലും ഇപ്പം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നല്ലോ. ജോ ബൈഡൻ വന്നപ്പോൾ ആ സൗഹൃദമില്ലായിരുന്നു, അതിൻ്റെ അകൽച്ചയുണ്ടായി. അപ്പോൾ സൗഹൃദം രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് അത് നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാം നമ്മളെ രാഷ്ട്രീയത്തിൽ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, CPM ശരിക്കും പറഞ്ഞാൽ പത്മവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. CPMന് 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ചെറിയൊരു കാര്യമല്ല. ബംഗാളിൽ പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു, പിന്നെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അവിടെ ഇനിയൊരു സാധ്യതയും കാണുന്നില്ല, ഒരു സാധ്യതയില്ല. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ 5 ലക്ഷം 6 ലക്ഷം ആളുകളെ കൂട്ടി
മീറ്റിംഗ് നടത്തുന്നുണ്ട്. അത് നടത്താം, കേരളത്തിൽ നടത്താം. നമ്മുടെ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് RB. അപ്പോൾ ആ കേരള കോൺഗ്രസ്സിന് ഗണേശനല്ലേ മന്ത്രി. അവർ കൊല്ലത്തൊരു പ്രകടനം നടത്തി. മണിക്കൂറുകൾ കൊല്ലം ടൗൺ സ്തംഭിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. അപ്പോൾ അത് പറ്റും. അതിനർത്ഥം ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നാണ്. പത്തനാപുരത്ത് തന്നെ ഗണേശൻ്റെ സ്വാധീനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ കാണേണ്ട വലിയ ഒട്ടേറെ നമ്മളെ ചിന്തിപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതുമായ മാറ്റങ്ങൾ ഈ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കോൺഗ്രസ്സുകാർ വിചാരിച്ചിരിക്കുന്നത് അവർക്കൊരു ഈസി വാക്ക് ഓവർ കിട്ടും എന്നാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇതുപോലെ നടന്നാൽ, അതായത് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നു, കോൺഗ്രസ് ഇങ്ങനെ തന്നെ നിൽക്കുന്നു, BJPയിൽ നേതൃത്വമില്ലാതെ തുടരുന്നു. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന് 100 സീറ്റിൽ കൂടുതൽ കിട്ടും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസിന് 100 സീറ്റിൽ കൂടുതൽ കിട്ടും. പക്ഷേ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നമുക്കത് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗം BJPക്കായിരിക്കും. ഞാനത് പറയാൻ കാരണം 2014 CPM അല്ലെങ്കിൽ LDFന് കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 40% സംതിങ് ആയിരുന്നു 2014. 2024 വന്നപ്പോൾ ഇത് 33% കുറഞ്ഞു. 2014 നിന്ന് 10 വർഷം കഴിഞ്ഞ് 2024 വന്നു കഴിഞ്ഞപ്പോൾ കുറഞ്ഞത് 7%. 40% നിന്ന് 33% മാറി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 20 വർദ്ധിച്ചു എന്ന് മാത്രമല്ല, BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള, ക്രൈസ്തവർക്ക് നിർണായകമായ സ്വാധീനമെങ്കിലും മിനിമമുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നു. അത് നിസ്സാരമായിട്ടല്ല. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നത്. അപ്പം വളരെ കൃത്യമാണ് കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്താൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, BJP അനുഭാവികളിൽ വലിയൊരു വിഭാഗം ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വോട്ട് ചെയ്യും. കൈപ്പത്തി മത്സരിക്കുന്ന ആർക്ക് വോട്ട് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ട്രെൻഡ്. നമ്മളൊക്കെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഓരോ സമുദായത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഓരോ സെക്ടറിൽപ്പെട്ട ആളുകളുടെ NGOമാർ, ഗസറ്റ് ഓഫീസേഴ്സ്, കർഷകരെ, തൊഴിലാളികളെ, വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ്. അതിൻ്റെ പ്രധാന കാരണം BJPയുടെ നേതൃത്വത്തോടെ കേരളത്തിലെ ഹിന്ദുക്കൾക്കും വിശ്വാസമില്ല, ക്രിസ്ത്യാനികൾക്കും വിശ്വാസമില്ല. BJPക്ക് ഒരു നേതാവുണ്ട്. ഇനി ആര് നേതാവ് എന്നിരുന്നാലും BJPക്ക് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അധികാരം ഉണ്ടാകത്തില്ല. ഞാൻ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി പറയുന്നത് 2026 മുമ്പ് BJPയിലെ നേതൃത്വം മാറുന്നു. BJP നേതാവായി, സംസ്ഥാന പ്രസിഡൻ്റായി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ക്രൗഡ് പുള്ളർ വരുന്നു എന്ന് സങ്കല്പിക്കുക. വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ വരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ കേരളത്തിലെ പ്രമുഖ പാർട്ടികളിൽ, അതായത് CPM, കോൺഗ്രസ്, CPI, BJP, ഈ പാർട്ടികൾക്കൊന്നും ഒരു വനിതാ നേതാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് BJPക്ക് ഒരു വനിതയെ അവരുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കി എടുത്താൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷം നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ അംഗീകാരം. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. 2, ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ മെജോറിറ്റി വോട്ടും മെജോറിറ്റി പോപ്പുലേഷൻ മെജോറിറ്റി നിൽക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ശോഭാ സുരേന്ദ്രൻ ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അതേസമയം അവർക്ക് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാം ഒരുപോലെ അക്സെപ്റ്റബിളുമാണ്. അതാണ് പ്രശ്നം. ഹിന്ദുക്കളിലെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ അക്സെപ്റ്റബിളായ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. നല്ല ക്രൗഡ് പുള്ളറാണ്. ധീരയായ വനിത എന്നുള്ളൊരു ഇമേജും ശോഭയ്ക്കുണ്ട്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ പ്രസിഡൻ്റായി വരികയും അടുത്ത തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നങ്ങൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം ശശി തരൂരിനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ശശി തരൂർ കോൺഗ്രസുമായിട്ട് അദ്ദേഹം അഭിപ്രായ വ്യത്യാസത്തിലാണ്. കാരണം പാർലമെൻറ്റിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ പുറയിൽ പോയിരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താനും ഹൈബീഡനും പറ്റും. പക്ഷേ ശശി തരൂരിന് പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ IQ ലെവൽ വേറെയാണ്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വീട്ടിൽ പുറകിൽ ഇങ്ങനെ ഡെസ്കേൽ അടിച്ചുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി എന്ത് വിട്ടിത്തം പറഞ്ഞു, ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും തെലുങ്ക് പറഞ്ഞാലും അടിക്കും. അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. ചെണ്ട അടിക്കുന്നതിന് വേറെ കാര്യങ്ങളൊന്നും ഉത്സവത്തിന് ചെണ്ട അടിക്കുന്നതിൽ അടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. IB സമയം കിട്ടുകയാണെങ്കിൽ വെല്ലിലോട്ടിറങ്ങി ബില്ല് കീറിക്കിടങ്ങി. കാരണം ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് നമ്മൾ അറിയണ്ടേ. കേരളത്തിൽ നിന്ന് പോയി കാര്യങ്ങൾ പാർലമെൻറ്റിൽ സംസാരിക്കുന്ന 2 പേരല്ലേ ഉള്ളൂ, പ്രേമേന്ദ്രനും അതുപോലെ തന്നെ ശശി തരൂരും. അപ്പോൾ തരൂരിനൊന്നും രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ പറ്റില്ല.
നമ്മുടെ രാജ്യത്ത് ആവറേജ് ബുദ്ധിയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരു യുവാവിനോ യുവതിക്കോ പോലും രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ പറ്റില്ല. അതിനുള്ള സ്റ്റാഫ് രാഹുൽ ഗാന്ധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ശശി തരൂർ കോൺഗ്രസ് വിട്ടു വരികയും ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വരികയും ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ മാറും. അങ്ങനെ വന്നാൽ 30 സീറ്റെങ്കിലും 25-നും 30-നും ഇടയ്ക്ക് സീറ്റ് BJP പിടിക്കും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ട് BJPയിലേക്ക് മാറും. അതിന് തർക്കമുള്ള കാര്യമല്ല. കാരണം BJP ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സഭയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിശ്വാസികൾ മാറുകയാണ്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ വോട്ട് ചെയ്യാനൊക്കാത്ത വിധത്തിൽ, വോട്ട് ചെയ്യാത്ത വിധത്തിൽ ക്രിസ്ത്യാനികൾ മാറി. ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് കാസയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ മാസ്റ്റർ കാസയെ എതിർക്കുന്നത്. നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP എതിർത്ത് RSSനെ എതിർത്ത് RSSനെ അവരെന്തായാലും കേരളത്തിലെ ശക്തമായൊരു പ്രസ്ഥാനമാക്കി മാറ്റിയല്ലോ. കാസായും അവരെതിർത്ത് അത് ശക്തമായൊരു പ്രസ്ഥാനമാക്കി മാറ്റും. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ, അത് കത്തോലിക്കരായാലും സീറോ മലബാർ സഭയായാലും ശരി, വേറെ ഏത് സഭയായാലും ശരി, അവരുടെ മതമേലധ്യക്ഷന്മാരെക്കാൾ കൂടുതൽ കാസായി വിശ്വസിക്കുന്നുള്ള കാരണം കാസായുടെ വളർച്ച അവരുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റിയും ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ BJP ശക്തമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി വളരേണ്ടത് CPMൻ്റെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി ഇവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് ഡൽഹിയിൽ. ഞാൻ പറഞ്ഞത് ഇതൊരു ഐസ് ബ്രേക്കിംഗ് മീറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമാണ്. ഇതൊരു തുടക്കമാണ്. നാളെ ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഹൈപ്പോത്തിസിസാണ് ഞാനീ പറഞ്ഞത്. അത് അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷേ സംഭവിച്ചാൽ, അങ്ങേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞതിനൊരു പോസിബിലിറ്റി ഇല്ലേ എന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ അതിൻ്റെ തുടക്കമാണോ ഈ മീറ്റിംഗ് എന്ന് നമ്മൾ സംശയിക്കുന്നതിന്. അപ്പോൾ വെറും ഒരു കൂടിക്കാഴ്ചയല്ല, ഒരു കൂടിക്കാഴ്ചയല്ല, അത് പൊളിറ്റിക്സും ഇല്ല. അതിനകത്ത് CPMൻ്റെ നിലപാട് നിൽക്കും, BJPയുടെ നിലപാടില്ല. പക്ഷേ BJP ശക്തമായി വന്നാൽ അതിൻ്റെ പ്രയോജനം CPMന് കിട്ടും. ഒരു പക്ഷേ നാളെ മുസ്ലിം ലീഗും CPMൻ്റെ കൂടെ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ 2 നേതാക്കന്മാരുടെ കൂടിക്കാഴ്ച ഒരു ഐസ് ബ്രേക്കിംഗ് മീറ്റിംഗാണ്. നാളത്തെ കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.